സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്ന് പണ്ടേ വീരപ്പൻ തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ സംഭവിച്ചതിന്റെ നടുക്കത്തിലാണ് നമ്മൾ, സംശയമില്ല. തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം താര ആരാധനയും രാഷ്ട്രീയവും കലർന്ന തമിഴകം വീണ്ടും കണ്ണീരണിയുകയാണ്. വെള്ളിത്തിരയിൽ നിന്നും മണ്ണിലേക്കിറങ്ങിയ താരങ്ങളുടെ ശിഷ്ട ജീവിതത്തിന് ഉറപ്പാണ് അധികാരമെന്ന കീഴ്വഴക്കത്തിന് ഒത്തിരി സാധാരണക്കാരുടെ ജീവൻ കൊടുത്തൊരു പാരമ്പര്യമുണ്ട് അവിടെ. 40 കൊല്ലം മുൻപ് 70 വയസ്സിൽ ഹൃദയ സംബന്ധമായ അസുഖം മൂലം മരണപ്പെട്ട MG രാമചന്ദ്രൻ എന്ന സാക്ഷാൽ MGRന്റെ വിരഹം താങ്ങാനാവാതെ അന്ന് തമിഴകത്ത് സ്വയം ജീവനൊടുക്കിയത് 30 സാധു ജീവനുകളാണ്. കൂടാതെ വിരൽ മുറിച്ചും നാക്ക് വെട്ടിയും സ്വന്തം ശരീരഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചുമെല്ലാം മൂർത്തമായ തങ്ങളുടെ താര ആരാധനയെ വന്യമായി പ്രകടമാക്കിയവർ ഒത്തിരി പേർ. കൂടാതെ MGRന്റെ അന്ത്യദർശനത്തോടനുബന്ധിച്ചുള്ള തിക്കിലും തിരക്കിലും തുടർന്നുള്ള പോലീസ് വെടിവെപ്പിലും പൊഴിഞ്ഞത് നിരവധി ജീവനുകൾ എന്നത് വീണ്ടും കാലം നടുക്കത്തോടെ രേഖപ്പെടുത്തുന്നു. അന്നത്തെ MGRന്റെ അനുശോചന യാത്രയിൽ കുമാരി ജയലളിതയുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നുകൂടിയാണ് തമിഴക രാഷ്ട്രീയം ജയലളിത എന്ന അമ്മയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത്. പിന്നെ നടന്നത് ചരിത്രം. എന്നാൽ പതിറ്റാണ്ടുകളുടെ കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള അമ്മ വാഴ്ചയ്ക്കപ്പുറം ചെന്നൈ പയസ് ഗാർഡനിലെ വേദ നിലയത്തിൽ നിന്നും ദുരൂഹതകൾ ഏറെ ബാക്കി വെച്ച അമ്മ ജയലളിതയുടെ മരണ വാർത്ത പുറം ലോകമറിയുമ്പോൾ അത് താങ്ങാനാകാതെ ഏതാണ്ട് 300ഓളം പേരാണ് ജീവൻ വെടിഞ്ഞത്. കലൈഞ്ചർ കരുണാനിധി അന്തരിച്ചപ്പോഴും മറ്റൊന്നായിരുന്നില്ല അവിടെ സംഭവിച്ചത്. എന്നാൽ ഇത് ഏതെങ്കിലും നാടിന്റെ മാത്രം കുഴപ്പമാണോ? അല്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതെങ്കിലും ആശയങ്ങളോടുള്ള ആകർഷണത്തിനുപരി അന്ധമായ വ്യക്തി ആരാധന എന്ന അന്ധവിശ്വാസം തന്നെയാണ് സ്വന്തം ജീവൻ പോലും തളികയിൽ വെച്ച് നൽകുവാൻ ഒരു തികഞ്ഞ ആരാധകൻ എന്ന പരിവേഷം ആ വ്യക്തിയോട് ആവശ്യപ്പെടുന്നത്. താരത്തിനോടോ നേതാവിനോടോ ആഭിമുഖ്യം വെളിപ്പെടുത്തുമ്പോൾ അവന്റെ കാരവൻ പൊതിയുന്ന ഈച്ചപ്പറ്റങ്ങളെ പോലുള്ള വെറും മനുഷ്യരെയും നയിക്കുന്നത് അതേ വിചാരം തന്നെ. കൊള്ളക്കാരനെങ്കിലും വീരപ്പൻ പറയുന്നത് വെറും സിനിമാ കാര്യമല്ല, ഏതെങ്കിലും ഭാഷക്കാരോടോ വേറെ ആരുടെയോ അണികളോടോ അല്ല. கண்ணு துறந்து காணுக. ஆனா அதாவது உங்க தமிழ் மக்கள் சர்வசாதாரணமா ஒரு நடிகர்கள்லாம் ஓட்டு போடுறாங்களே, என்ன அநியாயமா இருக்குது? அதாவது மண்டையில ஏதாவது மூளையே கிடையாது அவங்களுக்கு அப்படின்னு சொல்லுவாங்க. கேட்பாங்க என்ன ஏன்னா இங்க கூட எங்க கேரளாவோட நிறைய பெரிய பெரிய நடிகர்கள்லாம் இருக்கிறாங்க. ஆனா நின்னா 10 ஓட்டு கூட வாங்க முடியாது. ஆனா எல்லாம் சினிமா மேல ஆசைப்படுவாங்க, பாப்பாங்க, படம் பாக்குறதோட முடிச்சுட்டு வந்துருவாங்க.